ഇവിടെ കാൾസന്റെ എതിരാളിയായ സർജി കർജാക്കിൻ ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് ത്രട്ടൻ ചെയ്യാണ്. അപ്പോൾ കാൾസൺ എന്ത് ചെയ്യുന്നു? കാൾസൺ ഈ പൊസിഷനിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണെന്ന് ഓർക്കുക, ഒരു ചെക്ക് വെച്ച് ഇവിടെ ആദ്യം തുടങ്ങണം. അപ്പോൾ കിങ് ഇവിടേക്ക് മാറുന്നു. അപ്പോൾ തൽക്കാലമുള്ള കാൾസൻ്റെ അറ്റാക്ക് എല്ലാം സ്റ്റോപ്പായെന്ന് തോന്നാം. പക്ഷെ കാൾസനാണ് ആൾ. കാൾസൺ എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഏറ്റവും മനോഹരമായ രീതിയിൽ ഫിനിഷ് ചെയ്യുന്നത്? കാൾസനോടെ കളിക്കുന്ന മൂവ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആലോചിക്കാവുന്നതാണ്. കാൾസനോടെ കളിക്കുന്നു ക്യൂൺ ടേക്സ് H6 ചെക്ക്. അപ്പോൾ ഇവിടെ കിങ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൂക്ക് വെച്ചിട്ട് ഒരു ചെക്ക് മേറ്റാണ്. കാരണം കിങ്ങിന് ഇവിടേക്ക് പോകാൻ പറ്റില്ല, G6 ആ പോൺ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ മേറ്റാണ്. അപ്പോൾ ഇവിടെ കിങ് വെച്ച് ക്യൂണിനെ എടുത്താൽ പണി കിട്ടും. ഇനി ഈ പോൺ വെച്ച് ഇതിനെ വെട്ടിക്കഴിഞ്ഞാലോ, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും റൂക്ക് ടേക്സ് F7 ചെക്ക് മേറ്റാണ്. കാരണം എന്താണ്, G6 ഈ പോൺ കൺട്രോൾ ചെയ്യണം. ആ ഒരു ഫൈനൽ റാങ്ക് 8ഉം മറ്റേ റാങ്ക് ഇവിടെ 7th റാങ്കുള്ള റൂക്ക് കൺട്രോൾ ചെയ്യണം. ചെക്ക് മേറ്റ്.